കവിത, നോവൽ. കുഞ്ഞായ തസ്ലീമയോട് ഉമ്മ പറഞ്ഞു കുറുക്കൻ്റെ കഥ. ഉപ്പ ബലിപെരുന്നാളിന് കുറുക്കൻ്റെ മുഖമൂടിയുമായി വീട്ടിലെത്തി. ഉമ്മ കോഴിയെപ്പോലെ മരക്കൊമ്പിലേക്ക് ചാടി. തസ്ലീമ അടുത്ത വീട്ടിലെ ഉപ്പൂപ്പയുടെ മടിയിൽ കയറിയിരുന്നു. തസ്ലീമ വളരാൻ തുടങ്ങിയപ്പോൾ മുറചെറുക്കൻ അവളുടെ തൂവലിൽ നുള്ളി. അവനും ഉപ്പൂപ്പയ്ക്കും ഒരേ മണവും ഒരേ കിതപ്പുമായിരുന്നു. കുഞ്ഞായ തസ്ലീമയോട് ഉമ്മ പറഞ്ഞു കുറുക്കൻ്റെ കഥ. ഉപ്പ ബലിപെരുന്നാളിന് കുറുക്കൻ്റെ മുഖമൂടിയുമായി വീട്ടിലെത്തി. ഉമ്മ കോഴിയെപ്പോലെ മരക്കൊമ്പിലേക്ക് ചാടി. തസ്ലീമ അടുത്ത വീട്ടിലെ ഉപ്പൂപ്പയുടെ മടിയിൽ കയറിയിരുന്നു. തസ്ലീമ വളരാൻ തുടങ്ങിയപ്പോൾ മുറച്ചെറുക്കൻ അവളുടെ തൂവലിൽ നുള്ളി. അവരും ഉപ്പൂപ്പയ്ക്കും ഒരേ മണവും ഒരേ കിതപ്പുമായിരുന്നു. തസ്ലീമ കോളേജിലെത്തിയപ്പോൾ കാമുകൻ അവൾക്ക് ടോൾസ്റ്റോയുടെ സ്നേഹത്തിൻ്റെ മുഖമെന്ന പുസ്തകം സമ്മാനിച്ചു. തസ്ലീമ കോളേജിലെത്തിയപ്പോൾ കാമുകൻ അവൾക്ക് ടോൾസ്റ്റോയുടെ സ്നേഹത്തിൻ്റെ മുഖമെന്ന പുസ്തകം സമ്മാനിച്ചു. പ്രണയപൂർവ്വം വായിച്ചു തീരും മുൻപേ ജാലകബന്ധിതമായ ഹോസ്റ്റൽ മുറിയിൽ മുറിഞ്ഞ അവളുടെ വേദനകളെക്കുറിച്ച് അവൾ എന്നോട് പറഞ്ഞത് ആളൊഴിഞ്ഞുപോയ ഒരു സൗഹൃദ പന്തലിൽ വെച്ചായിരുന്നു. അന്ന് ഞാനൊരു മരം നട്ടു, അവളുടെ സ്വപ്നങ്ങൾ മുഴുവനും ചാരി വയ്ക്കാൻ. ആ തണലിൽ ഇരുന്നാണ് അവൾ ആദ്യത്തെ നോവൽ എഴുതിയത്. ഞാനിപ്പോഴും ആ നോവലിൽ ഒരു അപരിചിതൻ മാത്രമാണ്. പിന്നെ അവളെ അർദ്ധ കമ്മ്യൂണിസ്റ്റുകാരും അനുരാഗ രോഗികളും ഏറ്റെടുത്തു. ഞാനിപ്പോഴും ആ പുരാതന ബ്രിട്ടീഷ് മന്ദിരത്തിന് മുന്നിൽ അവളെ നോക്കി നിൽക്കുകയാണ്.